ഹായ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ഒരു തകർപ്പൻ അഭിനയം. KSUകാർ കരിങ്കൊടി കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കരിങ്കൊടി പൊക്കി കാണിച്ചപ്പോഴേ ഞങ്ങളുടെ മന്ത്രിയുടെ പെടലി ഉളുക്കി, കയ്യിൽ വട്ടച്ചൊറി വന്നു. എന്തൊക്കെയായിരുന്നു? മന്ത്രി പോയി ICUവിൽ അഡ്മിറ്റ് ആവുന്നു, മുഖ്യമന്ത്രി കാണാൻ വരുന്നു. മുഖ്യമന്ത്രി കാണാൻ വരുമ്പോൾ ചത്ത പോലൊരു കിടപ്പും. എന്തൊക്കെയാണ്, എന്ത് അഭിനയമാണ് മന്ത്രി കാഴ്ചവെച്ചതെന്ന് അറിയാമോ? അന്ന് എന്താ ഡോക്ടർമാരുടെ ഒരു ബോർഡ്, മെഡിക്കൽ ബോർഡ് വിളിച്ചു കൂട്ടുന്നു. മെഡിക്കൽ ബോർഡ് വിളിച്ചു കൂട്ടിയിട്ട് വൈകുന്നേരം അവർ പറയുന്നത് മന്ത്രിയുടെ കഴുത്തിന് സാരമായ പരിക്കുകളുണ്ട്, ICUവിൽ ഇനിയും തുടരണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാ പിറ്റേന്ന് വെളുപ്പിന് 4 മണിക്ക് ICUന്ന് പോയി. അതും കാറിൽ പത്തനംതിട്ട വരെ. നമ്മുടെ കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ICU കിടന്ന പേഷ്യൻ്റ് വെളുപ്പിന് 4 മണിക്ക് ഡിസ്ചാർജ് ആയി പോയൊരു ചരിത്രമുണ്ടോ? അത് ICUന്ന് ഡയറക്റ്റ്, വാർഡിലോട്ട് മാറ്റിയിട്ടില്ല, റൂമിലോട്ട് മാറ്റിയിട്ടില്ല, ഒന്നുമില്ല. ഇത് മന്ത്രിക്ക് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു രീതി ആയിരിക്കുമല്ലേ? മന്ത്രിക്കറിയാം നേരം വെളുത്ത് കഴിഞ്ഞാൽ പണി പാളുമെന്ന്. കാര്യം ഈ മാധ്യമ പ്രവർത്തകരെല്ലാവരും കൂടെ കമ്പി കോലുമൊക്കെ ആയിട്ട് വരത്തില്ലേ. അപ്പം ഇവരെ ഫേസ് ചെയ്യാനായിട്ട് പുള്ളിക്കാരിക്കുള്ള ഒരു നാണക്കേട് കൊണ്ടാണ് പുള്ളിക്കാരി വെളുപ്പിന് 4 മണിയായപ്പോൾ തന്നെ ICUന്ന് മുങ്ങിക്കളഞ്ഞത്. അതൊരു വശം. വീണ ജോർജ് ശരിക്ക് പേടിച്ചും പോയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പാർട്ടി എന്നാണ് പിടിച്ച് രക്തസാക്ഷിയാക്കി കളഞ്ഞാൽ ആ പാർട്ടിക്ക് എല്ലാ കൊല്ലം ഓരോ രക്തസാക്ഷി വേണമേ. അപ്പം ഇത്തവണത്തെ ഇലക്ഷനുള്ള രക്തസാക്ഷി പുള്ളിക്കാരി ആവുമെന്ന് പുള്ളിക്കാരി ശരിക്കും പേടിച്ചിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ഈ വിഷയത്തെ പറ്റി നമ്മുടെ മുതിർന്ന CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കുന്നതായിരുന്നു. അത് ഏറ്റവും വലിയ കോമഡി നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷിൻ്റെ പരാമർശങ്ങളാണ്. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് ഒന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. വനിതാ മന്ത്രിക്കെതിരായി ചിരിച്ച് ചാവും പുള്ളി പറയുന്ന കേട്ടാ. പുള്ളി പറയുന്നത് എന്തോന്നാ, KSUക്കാർ വന്ന് വീണ ജോർജിൻ്റെ പെടലി പിടിച്ച് ഒടിച്ചു, കൈ പിടിച്ച് തിരിച്ചു. എന്തൊക്കെയാണ് പുള്ളി പറയുന്നത്? മന്ത്രിയുടെ പെടലിയുടെ അടുത്തോട്ട് കൈ പോണത് കാണിക്കുന്നത് മന്ത്രിയുടെ ഗൺമാൻ്റെ കൈയാണ്. അത് കറുത്ത ഷർട്ടായത് കാരണം ഇവർ KSUക്കാരെന്നാക്കി. എന്താണ് ഗോവിന്ദ മാഷെ നിങ്ങളീ പറയുന്നത്? പിന്നെ ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം, ഞാനിക്ക് പ്രതികരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. സ്വന്തം ഭാര്യയടുത്തും പെങ്ങളടുത്തും ഒക്കെ ഇയാൾ കാണിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതി കാര്യങ്ങളാണ്. പിന്നെ DYFIയുടെ ജാഥ, ആ സമരത്തിൽ നമ്മുടെ ചിന്താ ജെറോമിൻ്റെ ഒരു മുദ്രാവാക്യം വിളി ഉണ്ടായിരുന്നു. അതൊരു വല്ലാത്ത മുദ്രാവാക്യമായിപ്പോയി. എന്തായാലും DYFIക്കാർ ചൊല്ലിക്കൊടുക്കുന്നത് അതേപോലെ ഏറ്റു ചൊല്ലാൻ. വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു സ്ത്രീയല്ലേ ചിന്താ ജെറോം. എന്താ ആ മുദ്രാവാക്യം എന്തായിരുന്നു? അത് അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ. KSUക്കാരെ വിളിക്കുന്ന വിളിയാണ്. പിന്നെ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോ ഇവര് പിന്നെ നിന്ന് ന്യായീകരിച്ച് മെഴുകുക. ചെയ്തത് തെറ്റായിപ്പോയെന്നല്ല പറയുന്നത്, അപ്പോഴും ന്യായീകരണങ്ങളാ ചിന്താ ജെറോമിൻ്റെ. എൻ്റെ അധ്യാപകൻ്റെ മകളാണ് ചിന്താ ജെറോം, ഒരു മാഷിൻ്റെ മകളാണ് ചിന്താ ജെറോം. നിങ്ങളുടെ വായിന്ന് വരേണ്ട വാക്കുകളാണോ? നിങ്ങളുടെ അച്ഛൻ ജെറോം സാറ് പഠിപ്പിച്ച കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ കോയിക്കൽ, അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥി തന്നെയാണ്. എന്തായാലും വളരെ മോശമായിപ്പോയി ചിന്താ ജെറോം. ഇങ്ങനെയൊന്നും പറയരുത്. അറിയാതെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞ് മെഴുകാനൊന്നും പറ്റത്തില്ല. കാര്യം പറഞ്ഞ വാക്കുകൾ അത്രയും മോശമായ വാക്കുകളാണ്. നിങ്ങൾ സ്ത്രീപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, നിങ്ങൾ സ്ത്രീ സമത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ്.
അരികുവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് എന്നൊക്കെയാണല്ലോ നിങ്ങളുടെ പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾ സ്ത്രീ സമത്വത്തിനെ പറ്റിയൊക്കെ ഭയങ്കര വാദോരാതെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. പ്രസംഗകലയിൽ അവാർഡൊക്കെ മേടിച്ചു കൂട്ടിയ വ്യക്തിയല്ലേ. എന്തായാലും ഇമ്മാതിരി വിവരമില്ലാത്തവന്മാർ വിളിച്ചു പറഞ്ഞു തരുന്നത് ഇമ്മാതിരിത്തെ വൃത്തികേടുകൾ ഏറ്റു പറഞ്ഞത് വളരെ മോശമായിപ്പോയി. എത്ര കിടന്ന് മെഴുകിയാലും നിങ്ങൾ നാളെ കൊല്ലത്ത് ഒരു സീറ്റിലേക്ക് മത്സരിക്കുവാണെങ്കിൽ ഇതിനുള്ള മറുപടി കൊല്ലം ജില്ലക്കാരെ എന്തായാലും തന്നിരിക്കും. മനസ്സിലായോ? ഇടതുപക്ഷ അനുഭാവികൾ കൂടുതലുള്ള ജില്ലയാണ് കൊല്ലം, അതൊക്കെ ഓക്കെ. എങ്കിലും നിങ്ങൾ നാളെ മത്സരിച്ച വിവരമുള്ള കൊല്ലംകാരാണെങ്കിൽ അവരിതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയം കേരള സ്റ്റോറി 2. ഈ കേരള സ്റ്റോറി 2 ഇവിടെ പ്രദർശിപ്പിക്കുന്നതിന് DYFIക്കാർക്ക് ഇത്ര പ്രശ്നം എന്താ? അതിന് തിയേറ്ററുകളിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, സിനിമ കാണാൻ വന്നവരെ പറഞ്ഞു വിടുന്നു. എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്? ഇവിടെ നമ്മുടെ സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്ത സിനിമ, കോടതി പ്രദർശന അനുമതി കൊടുത്ത സിനിമ, ഇത് പ്രദർശിപ്പിക്കുന്നതിന് DYFIക്കാർക്ക് എന്താ പ്രശ്നം? അപ്പോൾ നമ്മുടെ ഇവിടെ കോടതിക്കും മേലെയാണ് DYFIയുടെ സ്ഥാനം. എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? വല്ലാത്തൊരവസ്ഥയാണ്. ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഓർത്ത് വെച്ച് വേണം വോട്ട് ചെയ്യാനായിട്ട്. കാര്യം ഇവരുടെ കയ്യിലാണ് ഇനിയും കേരളത്തിൻ്റെ ഭാവിയെങ്കിൽ ആ ഭാവിയുടെ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 10 കൊല്ലം ഭരണം കിട്ടിയതിൻ്റെ അഹങ്കാരമാണോ ഈ കാണിക്കുന്നത്? ഈ 10 കൊല്ലം ഭരണം കിട്ടിയത് കേരളത്തിലെ ആൾക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. മനസ്സിലായോ? ഇനിയും ഇവർക്ക് ഭരണം കൊടുത്താൽ എന്തൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിൽ നിന്നും കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം തുടച്ചു നീക്കപ്പെടും. ത്രിപുരയിലെയും ബംഗാളിലെയൊക്കെ അവസ്ഥ നമ്മുടെ നാട്ടിലും വരും. കാര്യം ഇവരുടെയൊക്കെ പെരുമാറ്റങ്ങൾ അങ്ങനെയാണ്. ഇപ്പം തന്നെ DYFIക്കാർ ആ KSUക്കാരുടെ വീട്ടിൽ കയറി ബോംബെറിയുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇല്ലാത്ത കാര്യം ഇല്ലാത്തൊരു നുണ പറഞ്ഞുണ്ടാക്കി നമ്മുടെ ഒരു മന്ത്രി കാണിച്ച നാടകത്തിന് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടാവുന്നറിയാമോ? എന്താണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇവിടെ ശരിക്കും സമാധാനമായിട്ട് ജീവിക്കാൻ ഉള്ള സാഹചര്യം ഇല്ലാതാക്കുക ചെയ്യുന്ന അതും ഭരിക്കുന്ന മന്ത്രിമാർ. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി അടുത്ത ഇലക്ഷന് പ്രവർത്തിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കും.